ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു പ്രയാണമാണിത്. നോൻപ് കാലത്തിൻ്റെ 5-ാമത്തെ ഞായറാഴ്ച. ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സങ്കടകരമായൊരിടത്ത് ക്രിസ്തു പകർന്നു നൽകുന്ന ഒരു സന്തോഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ചിലപ്പോഴൊക്കെ മനുഷ്യസഹജമായൊരു ചോദ്യം ഇങ്ങനെ നിലകൊള്ളുന്നുണ്ട്: എന്തുകൊണ്ട് എൻ്റെ കർത്താവ് ഇടപെടുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? എനിക്കെന്തിനീ സങ്കടങ്ങൾ നൽകുന്നു? കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നൊക്കെ എന്തുമാത്രം വിലാപങ്ങൾ പറയുന്നവരാണ് നമ്മൾ. എന്നാൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന സമയങ്ങളിലും മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന നേരങ്ങളിലുമൊക്കെ നമുക്ക് വേണ്ടി ഇങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുന്നവനാകണമെന്ന് നിർബന്ധങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ചിലപ്പോൾ ദൈവത്തിൻ്റെ സമയം അതിനേക്കാൾ വ്യത്യസ്തങ്ങളാവുന്നു. മനുഷ്യന് ആനന്ദം നൽകുന്നതിന് ചിലപ്പോൾ കടമ്പകൾ വേറെ ഉണ്ടാവുകയും വേണ്ടി വരുന്നു. ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ കിട്ടുന്നില്ല അതിൻ്റെ അർത്ഥം അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, എല്ലാം അവസാനിച്ചു എന്നുള്ളതല്ല. അതിനേക്കാൾ വലുതെന്തോ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് മാത്രം വിശ്വാസത്തോടെ കാണാം. വിശ്വസിക്കുന്നവന് കലഹിക്കാൻ കൂടി അർഹതയൊക്കെയുണ്ട്. അതുകൊണ്ടാവാം സഹോദരൻ്റെ വേർപാടിൽ ദുഃഖിതയാകുന്ന മാർത്തയും മറിയവും ആ വിലാപവും സങ്കടവും ഒപ്പം അവരുടെ ചില പ്രതിഷേധങ്ങളുമൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ എത്ര ആദരവോടുകൂടിയാണ് മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ ക്രിസ്തു പങ്കുചേരുന്നത്. വചനത്തിലൊരു കുഞ്ഞു വാക്കുകളിൽ മനുഷ്യൻ്റെ സങ്കടങ്ങൾ എന്തുമാത്രം അലിവോടെ കാണുന്നവനാണെന്ന് എഴുതി ചേർത്തത് ഇങ്ങനെയാണ്: അവൻ കരഞ്ഞുവെന്നുകൂടിയാണ്. ആ ഒരു കരച്ചിലുകൾ മനുഷ്യനെ അവൻ എന്തുമാത്രം സ്നേഹിക്കുന്നു, അവരുടെ സങ്കടങ്ങൾ എന്തുമാത്രം തിരിച്ചറിയുന്നു, പങ്കുചേരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. ഇനി എല്ലാ സംശയങ്ങൾക്കും സങ്കടങ്ങൾക്കും അതീതമായി സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. താമസിച്ചുവെന്നുള്ളതല്ല പ്രശ്നം, ഇനി വരാനിരിക്കുന്ന നന്മകളാണ് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ കാരണം. നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞുവെന്ന് മനുഷ്യൻ വിലപിക്കുന്നിടത്ത് നിന്ന് ക്രിസ്തു ആരംഭിക്കുകയാണ്. അല്പം അകലെയായിട്ട് അടച്ചുമൂടി ദുർഗന്ധം വമിക്കുമെന്ന് പോലും മനുഷ്യൻ വിശ്വസിച്ചു പോകുന്നിടങ്ങളിലേക്ക് ഒരു പുതിയ സുഗന്ധത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ജീവിതം അടക്കം ചെയ്ത മനുഷ്യന് അറിഞ്ഞു നൽകുന്നുണ്ട് ക്രിസ്തു. മനുഷ്യനാൽ അടച്ചുപെട്ട കല്ലുകളൊക്കെ ഇനി തുറക്കപ്പെടണം. 3 കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പുറത്തേക്ക് വരിക, സ്വതന്ത്രനാവുക, സന്തോഷമായി പോയിക്കൊള്ളുക. നമുക്ക് പകർന്നു നൽകുന്ന ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ്. എന്തുമാത്രം കല്ലുകൾ കൊണ്ടാണ് ജീവിതം ഇങ്ങനെ മൂടപ്പെട്ടു പോകുന്നത്, തുറവിയില്ലാത്തവരായി പോകുന്നത്. ഒരുപാട് ബാഹ്യ പ്രതിസന്ധികൾ നമ്മളെ ജീവിതത്തെ എന്തുമാത്രം അടച്ചു കളയുന്നുണ്ട്. ആർക്കുപയോഗമില്ല, ആർക്കും വേണ്ട എന്ന പരിവേദനങ്ങളിൽ ഇങ്ങനെ എന്തുമാത്രം കല്ലുകൾ മൂടപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ ക്രിസ്തു ഒരു തുറവി നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഇനി അവനെ ഇങ്ങനെ ചേർത്ത് നിർത്തി ബന്ധിച്ചു പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ കൊച്ചു ജീവിതങ്ങൾ എന്തുമാത്രം ഇങ്ങനെ ബന്ധനസ്ഥമായി രൂപപ്പെടുന്നുണ്ട്. നമ്മുടെയൊക്കെ ചിന്തകൾ, വികാരങ്ങൾ, ചുറ്റുപാടുകൾ, വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, മാറ്റി നിർത്തലുകൾ, അവഗണനകളൊക്കെ ഒരുപാട് ബന്ധനങ്ങളെപ്പോലെ നിൽക്കുന്നുണ്ടല്ലോ. അഴിച്ചു മാറ്റപ്പെടുവാൻ ഇനി സാഹചര്യങ്ങൾ ഒരുക്കി തരികയാണ് ക്രിസ്തു. ഇനി നമുക്ക് നന്മയുടെ പാതകളിലേക്ക് സ്വതന്ത്രമായി പോകാം. കണ്ണുനീരുകൾ മാറി ആനന്ദത്തിൻ്റെ വഴികൾ തുറക്കപ്പെടുകയാണ്. പ്രതീക്ഷയുടെ ഈസ്റ്ററിനുള്ള പ്രയാണങ്ങൾ നടത്തുമ്പോൾ ഇതുപോലെ മൂടപ്പെട്ടു പോയ, കല്ലടച്ചു വെക്കപ്പെട്ട, ആരും കാണാതെ പോയ, സങ്കടപ്പെട്ട, പരിവേദനം പറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായി സന്തോഷത്തിലേക്ക് തിരികെ വരുവാൻ, ആനന്ദത്തിൻ്റെ വഴികളിലേക്ക് മടങ്ങി വരുവാൻ അവസരം ലഭിക്കുന്നു. പുറത്തേക്ക് വരുവാൻ എന്നെയും നിങ്ങളെയും അവൻ വിളിക്കുന്നുണ്ട്. കാരണം നമ്മളെ വിളിക്കുന്നവൻ്റെ ക്ഷണമാണത്. മരിച്ചവരെ പോലെ ജീവിക്കാനല്ല, ഉയർപ്പുള്ളവരെ പോലെ ജീവിക്കാൻ, പ്രതീക്ഷയുള്ളവരെ പോലെ ജീവിക്കുവാൻ അവൻ നമ്മെ വിളിക്കുന്നു. ആമേൻ.